ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു നേന്ത്രപ്പഴത്തിന് 3 എണ്ണം ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ അധികം കനം കുറയ്ക്കാതെ കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ തോല് കളയാതെയാണ് മുറിച്ചെടുത്തത്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുറിച്ചെടുക്കുന്ന സമയത്ത് പഴം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തോലോടെ മുറിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ബട്ടർ എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് നീളത്തിലുള്ള തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഒരുപാട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന വരെ കാരമൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റ് ഒരു കളർ ചേഞ്ച് ആവുന്ന വരെ കാരമൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ശർക്കര വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ ഒരു കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതിങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഞാനപ്പോൾ ഈ 2 എണ്ണത്തിന് മാത്രമേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തോല് ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു കാരമൽ ചെയ്തെടുത്ത പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഈ ഒരു പഴത്തിൽ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിം ഇട്ട് കൊടുക്കാതെ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ലേശം ഉപ്പും ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താണ് കേട്ടോ ഇത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്ന് മീഡിയം സൈസ് ബോൾസ് മാവാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ലേശം പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി എടുക്കുക കേട്ടോ. നമ്മളിത് ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കുന്നത് എന്തിനറിയോ, ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മാവ്. നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചപ്പാത്തിയൊക്കെ ചൂടുവെള്ളത്തിൽ കുഴച്ച് പരത്തി ചുട്ട് കഴിഞ്ഞാൽ മാവിന് നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ചപ്പാത്തിക്ക്. അപ്പോൾ അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ ആക്കിയെടുക്കാനായിട്ട്. നമ്മൾ ഓരോ നേന്ത്രപ്പഴം സ്ലൈസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ പരത്തിയെടുത്തതിൻ്റെ ഓരോന്നിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് വിട്ടുവരാത്ത രീതിയിൽ വേണം നമുക്കിത് മടക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾ വീട്ടിൽ ചുട്ടെടുക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ മടക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കാതെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ചുട്ടെടുക്കുക പറയില്ലേ, അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കുക. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും നല്ല പോലെ തന്നെ വെന്ത് നല്ല കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും, പക്ഷെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ കേട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് ഒരു 2 എണ്ണം കഴിച്ചാൽ മതി. അവർക്ക് ലഞ്ച് ബോക്സിലടക്കം കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാരമൽ ചെയ്തുള്ള ആ പഞ്ചസാരൻ്റെ ഇതുണ്ടല്ലോ, അതും കൂടെ ഇതിൽ പറ്റി പിടിച്ചത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലും ഈ ഒരു രീതിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. കഴിക്കാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.